ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഐറ്റംസ് എത്തിയോ എന്നുള്ളത്. അപ്പോൾ ഇത് എത്തിയിട്ടുണ്ട്. ഇതിലെത്തി തന്നെ ഒരു 10-12ഓളം പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരുന്ന പോലെ തന്നെ ഇതിൽ തന്നെ 4-5 പീസ് പോകാനുള്ളതാണ്, പാക്കാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ പറയുക സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു ആൾ വിളിച്ചിട്ടൊരു കസ്റ്റമറല്ല ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ചോദിച്ച് ആ നമ്പർക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അവർ പറഞ്ഞപ്പോഴാണ് ഈ നമ്പറാണല്ലോ എത്താ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ നോർമലായിട്ട് എൻ്റെ നമ്പർ തന്നെ കൊടുക്കലായിരുന്നു. അപ്പോൾ അല്ല നിങ്ങൾ, അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അവരത് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ആ പനിച്ച് കിടക്കുന്ന സമയത്താണ് വീഡിയോ എടുത്ത് വെച്ചു. ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കിടക്കുന്ന സമയത്താണ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിൽ നമ്പർ കൊടുക്കുന്നതും ഒക്കെ. വോയിസ് അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സൗണ്ട് കൂട്ടുന്നതൊക്കെ ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ് എനിക്ക് കിട്ടിയത്. എന്തോ എനിക്കറിയില്ല, സാധാരണ ഞാൻ എൻ്റെ നമ്പറിന് കൊടുക്കല്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ അപ്പോൾ വന്നത് എന്തായാലും എനിക്കറിയില്ല ആ ടൈമിൽ. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ആരും വിളിക്കരുത്, മെസ്സേജ് അയക്കേണ്ട. കാരണം എൻ്റെ നമ്പർക്ക് തന്നെ വിളിച്ചാൽ മതി കേട്ടോ, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരുടെ അടുത്തും എന്നെ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ നമ്പർ സേവ് ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പറ്റിയതായിരിക്കും. അപ്പോൾ അവർ സേവ് ആക്കിയിട്ടുണ്ട് എന്തോ പറഞ്ഞു. അപ്പോൾ ആ നമ്പർക്ക് വിളിച്ചതാണ്. നിങ്ങളെ വീഡിയോസ് ഞാൻ കാണലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതിലോട്ട് ഇനി മെസ്സേജ് വിളിക്കും ചെയ്യേണ്ട, പിന്നെ എൻ്റെ ഈ നമ്പറിലോട്ട് തന്നെ വിളിച്ചാൽ മതി കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ ഈ ചെയിൻ ഞാനൊരു 250 പീസൊന്നല്ല ഞാൻ എടുത്ത് സെയിലാക്കിയിട്ടുള്ളൂ, 300 പീസ്. ഇപ്പോൾ ഇത് വന്നിട്ടുള്ള 45 പീസായി. ഇതിൽ 15 പീസ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ലോങ് ചെയിൻ വരുന്നുണ്ട്, അതായത് കുറച്ചുകൂടി ഇറക്കത്തിൽ, എല്ലാവർക്കും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഇറക്കത്തിൽ നിൽക്കണം. അപ്പോൾ ആ ഇറക്കത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെങ്ത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൂടി എത്തുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇതിനിപ്പോൾ 40 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ആ റേറ്റ് ആയിരിക്കില്ല, കുറച്ച് ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് ഡിഫറൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ക്വാളിറ്റി ഉണ്ടോ, കളർ ഫീഡ് ആവുമെന്ന്. അപ്പോൾ ഞാൻ എന്താട്ടെ, മോളെ കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസം മുന്നേ ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ എൻ്റെ കഴുത്തിൽ ഈ സാധനം ഉണ്ട്, ഈ ഒരു ഇതുണ്ട്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കഴുത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറും കഴുത്തായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഏതായാലും ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഇതെടുത്തിട്ടു. പിന്നെ ഞാൻ 2 ദിവസം പനിച്ചുകൊണ്ട് ഞാനും തന്നെ ഒരു ദിവസം കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കൈയും കാലൊക്കെ അങ്ങനെ നമ്മൾ മുഖമൊക്കെ കെക്കിയിട്ട് ഇതായിട്ടുള്ളായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കുളിച്ചപ്പം ഞാനിത് അറിയാതെ എന്താ പറയുക ഊരിയൊക്കെ മറന്നതാണ് തിരക്കിനിടയിൽ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും നന്നായി, ഇത് കളർ ഫെയ്ഡ് ആകുന്നുണ്ടെന്ന് അറിയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ 4-5 പ്രാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് കളർ ഇളകിയിട്ടില്ല. ഞാൻ കഴുകുകയും ചെയ്തു. അതായത് ഇപ്പം നീ കുളിച്ചിട്ടും നിങ്ങൾക്ക് തന്നെ നോക്കൂ, എവിടെയെങ്കിലും കളർ ഫെയ്ഡ് ആയിട്ടുണ്ടോയെന്നില്ല. ഇത് എവിടെയും ഫെയ്ഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടറിയില്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലുള്ളൂ. ഇത് എവിടെയും കളർ ഫെയ്ഡ് ആയിട്ടില്ല. ഫെയ്ഡ് ആയത് ആകതാ ഈ ഒരു ഹുക്ക് ഉണ്ടാവില്ല, ആ ഹുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 3-4 യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കളർ ഫെയ്ഡായി പോകുന്നുണ്ട് ഹുക്കിന്. അല്ലാതെ ഒരു പ്രശ്നം നിങ്ങൾ ചെയിൻ തന്നെ നോക്ക്, ഒരു പ്രശ്നം വന്നിട്ടില്ല. സോപ്പും വെള്ളം തട്ടിയതാണ്. ഈ ഹുക്കിൻ്റെ ഇവിടെ മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു 4-5 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി, 4-5 അല്ല കുറേ പ്രാവശ്യം ഉപയോഗിച്ചതിന്, പക്ഷേ കുളിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ നമ്മളെ മെറ്റൽ ബീഡ്, അതും കളർ ഫെയ്ഡ് ആയിട്ടില്ല. പിന്നെ ഈ സ്റ്റോൺ ഉണ്ടാവില്ല, അതൊരു ചെമ്പ് കളർ പോലത്തെ ആയിട്ടുണ്ട്. അല്ലാതെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാകാമല്ലോ, ഇത് നമുക്ക് ഊരി വെച്ചിട്ട്, അതായത് കുളിക്കുമ്പോൾ ഇടാതെ നനയ്ക്കാതെ സോപ്പും വെള്ളം തട്ടാതെ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ആക്കാം. പിന്നെ ഈ കുളത്ത് വേണ്ടാത്തവർ നമുക്ക് കുളത്ത് മറ്റേതുണ്ടല്ലോ 6 രൂപയുടെ ഞാൻ കൊടുക്കുന്നത്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് മാംഗോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗ്രീന് കുറവാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഗ്രീനും കുറവാണ്, കൂടുതൽ റെഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. റെഡാണ് പ്രാവശ്യം വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോയിൽ ഇനി പറഞ്ഞാൽ ചിലപ്പോൾ അവർ റേറ്റ് കൂട്ടുമ്പോൾ നമ്മൾ റേറ്റ് കൂട്ടും. ഇപ്പോൾ നമ്മൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്ന റേറ്റ് തന്നെയാണ്. അവർ റേറ്റ് 5 രൂപ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ റേറ്റ്. പിന്നെ പുതിയ മോഡൽ വന്നിട്ടുള്ളതാണ് കുങ്കുരു. ഈ കുങ്കുരു എന്ന് വെച്ചാൽ ഗോൾഡൻ നമ്മൾ പാലക്കേടൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ പേൾക്കുങ്കുരുയാണല്ലോ, പേൾക്കുങ്കുരു അല്ല ഇത് വന്നിട്ടുള്ളത്. ഇത് ഗോൾഡൻ ആണ് കേട്ടോ. ഗോൾഡിൻ്റെ ഒരു മണി ഇങ്ങനെ തൂങ്ങിക്കണം, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു മുത്തുമണി പോലെ, അതാണ് സംഭവം കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഞാൻ ഇതുവരെയും റേറ്റ് കൂടുതലുണ്ടായിരുന്നു, ഇതാണ് ഇതിനെക്കാട്ടിൽ റേറ്റ് ഉണ്ട് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ആയിട്ടായിരിക്കും. ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് 10 ഗ്രാമിന് മുറിച്ചിട്ടായിരുന്നു.
ഇപ്പോൾ ഇത് 10 ഗ്രാം ഇല്ല കേട്ടോ, ഇത് 8 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ ഞാൻ തൂക്കി നോക്കിയപ്പോൾ. അപ്പോൾ ഇതിന് റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം, ഈ ഒരു വട്ടക്കണ്ണി, ഇത് മൈക്രോ പ്ലേറ്റഡ് ആണ്. നമ്മൾ ഇതുവരെ 28 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ 28 കുറച്ച് റേറ്റ് ഉണ്ട്. അത് മൈക്രോ ആണ്, പെട്ടെന്ന് കളർ കളകില്ല. ബാക്ക് ചെയിൻ ആണ് കേട്ടോ, ഇതുപോലത്തെ ബാക്ക് ചെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കുറവാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സിൽവറും നമ്മളടുത്ത് അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ടുള്ളതാണ് പുതിയ സ്റ്റോണുകൾ, സ്റ്റോൺ ബീഡ്. നമ്മളടുത്ത് വൈറ്റും പിന്നെ ഒരു മൾട്ടി കളറാണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് ചെറുതും വലുതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഒരു പിങ്ക് എന്ന് പറയുമല്ലോ, പിങ്കാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് നേരിട്ട് കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുമ്പോൾ ഡിഫറെൻ്റ് ഉണ്ട്. നേരിട്ട് കാണുന്ന പോലെ, നേരിട്ട് വീഡിയോയിൽ ഫോട്ടോത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ചിലപ്പോൾ കാണാൻ ഡിഫറെൻ്റ് ഉണ്ട്. ഒരു പിങ്ക് എന്ന് പറയുമല്ലോ, ഒരു 6 പിങ്കാണ് കേട്ടോ, അങ്ങനത്തെ പിങ്കാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇതൊരു 6mm ലെവലാണ് കേട്ടോ, പറ്റ കുഞ്ഞല്ല എന്നാൽ വലുതുമല്ല. ഇതിൻ്റെ വൈറ്റിന് നമ്മളെടുത്തുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൾട്ടി കളർ നമ്മളെടുത്ത് ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു നേവി ബ്ലൂ ആണ് കേട്ടോ, ഇത് നേവി ബ്ലൂ ആണ്. നമ്മൾ മൾട്ടി കളറും വൈറ്റാണ് സാധാരണ കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഇതും കൊണ്ടുവന്നു. വെറൈറ്റികളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം, അപ്പോൾ വെറൈറ്റി തന്നെയാണ് ഞാനും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ബ്ലാക്ക് അല്ല, ഇത് കട്ടപ്പച്ചയാണ് കേട്ടോ. കട്ടപ്പച്ചയാണ് മക്കളെ, കട്ടപ്പച്ച. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ബ്ലാക്കാണ് തോന്നണേ കണ്ടോ, അത് കട്ടപ്പച്ചയാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഓരോരുത്തർ 10 പീസും 5 പീസൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങുന്ന ആൾക്കാർക്ക് പുതിയ മെറ്റീരിയൽസ് എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ നമ്മൾ ഇന്നലെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്കൈ ബ്ലൂ എന്ന് പറയുമല്ലോ, പീക്കോക്കിൻ്റെ സ്കൈ ബ്ലൂ ആ ടൈപ്പാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയൊരു കളറാണ് കേട്ടോ. എല്ലാം ഭംഗിയുണ്ട്, ഇതിൽ പ്രത്യേകം എനിക്ക് അല്ലെങ്കിൽ പീക്കോക്കിൻ്റെ ഒരു ബ്ലൂവിനോട് ഭയങ്കര താല്പര്യം. അപ്പോൾ ലേക്ക് അടിക്കാൻ മറക്കണ്ട. ഞാൻ എപ്പോഴും മറക്കണം, ഇപ്പോൾ തന്നെ ലേക്ക് അടിച്ചുള്ളൂ കേട്ടോ. നമ്മൾ എന്നെ പോലെ തന്നെയാണ് നിങ്ങളും. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ ലേക്ക് അടിക്കുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോസിന് ഞാൻ ഫസ്റ്റ് തന്നെ ലേക്ക് അടിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ലേക്ക് കൂടിയിട്ടുണ്ട് നമുക്ക്. മറ്റേ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് ഭയങ്കര കുറവായിരിക്കും, ലൈക്ക് 50 താഴെയൊക്കെ ഉണ്ടാകുക. അപ്പം ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ലേക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ തന്നെ ലേക്ക് അടിച്ചോളൂ. പിന്നെ ഇതിൽ നമ്മളെ പിസ്തപ്പച്ച, ഇലയുടെ പച്ച ഉണ്ടാവുമല്ലോ, കിളിപ്പച്ച എന്ന് പറയും. ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഇതും ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി പുതിയത് എന്താ വെച്ചാൽ നമുക്ക് സമൂസ ആദ്യം എൻ്റെ അടുത്തുണ്ടായിരുന്നത്, ആദ്യം ഉണ്ടായിരുന്നു 4 ഹോള്, ഇപ്പോൾ നോർമലി 3 ഹോളാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മൈക്രോ ആണ് കേട്ടോ, മൈക്രോ ചെയ്ത് വന്നിട്ടാണ്, പെട്ടെന്ന് കളർ കളിക്കില്ല. ഇതാണ്, ഇത് 4 ഹോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് 0 മണി അറിയുമല്ലോ, നമ്മൾ നമ്പർ 3 മണിയുണ്ട്, അതിലും ചെറുതാണ് 0 മണി. ഇതും മൈക്രോ ആണ്, പെട്ടെന്ന് കളർ കളിക്കില്ല കേട്ടോ. നമ്മൾ ചെറിയ ഒരു വീടാണ്, ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ കാണിക്കാനുള്ളത് കട്ടറും പ്ലയർ എന്നും ഞാൻ കരുതും നിങ്ങളോട് കാര്യം പറയണം. ഇതിൽ ഇവർ എണ്ണ തേച്ചിട്ടാണ്, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ എണ്ണ തേച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഇതേപോലെ ഇങ്ങനെ പാക്കറ്റായിട്ടായിരിക്കും വരും, 1-2 പാക്കറ്റ്. അപ്പോൾ ഇതിലെന്നെ നിങ്ങൾക്ക് കണ്ടറിയാം എണ്ണയുടെ ഇതുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചിലത് എന്താ പറയുക, ഒരു വേറെ കളറായിട്ടുണ്ടാവും, തുരുമ്പല്ലാതെ അത് അവർ എണ്ണ തേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഉണ്ടോ അവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് അവിടെ വേറെ കളറാണ്, പക്ഷെ ഇതിനാ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ കരുതരുത് നമ്മൾ റേറ്റ് ഇവർ തുരുമ്പ് പിടിച്ചിട്ടാത്ത എന്താണെന്ന് കരുതാൻ നിൽക്കുക. തുരുമ്പാണെങ്കിൽ വേറെ തന്നെ അറിയാൻ കഴിയും. അത് ഞാൻ തന്നെ അത് പകുതി വിലക്കൊക്കെ ഞാൻ കൊടുക്കലാണ്. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് കുട്ടി കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു 2-3 കുട്ടി കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് 10-12 വയസ്സായ മക്കളുണ്ട്. അവരെൻ്റെ ഇടക്കിടക്ക് വേറൊന്നുമല്ല നമ്മളെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ഇതാണ് ഈ സാധനമാണ് എത്തിയിട്ടുള്ളത്, പാലക്ക. ഇതിൻ്റെ ഗ്രീൻ എത്തിയിട്ടില്ല കേട്ടോ, ഇതിൻ്റെ ഗ്രീൻ ഇല്ല. നമ്മളടുത്ത് മെറൂൺ മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ, മെറൂൺ മാത്രമേ എത്തിയിട്ടുള്ളൂ. പിന്നെ ആ ചെയിൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ലോങ് ചെയിൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, ഇതും വരുന്നുണ്ട് കേട്ടോ. പീസായിട്ട് കാശ്മാലിൻ്റെ പീസായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇവിടെ ഇപ്പോൾ ഇത് നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ മെറൂൺ പച്ചയും മെറൂണാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. പിന്നെ പീക്കോക്കിൻ്റെ ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളുടെ മെറൂണും ബ്ലാക്കും മെറൂൺ തീർന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കുറച്ച് കേക്കാക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ അതും തീരും, ആ ഒരു സ്ഥിതിയിലാണ്. പിന്നെ നമ്പർ 3 എണ്ണ അത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ഞാൻ കൂടുതൽ അയക്കാൻ പറഞ്ഞാൽ ഇവർ കുറച്ചേ അയക്കുള്ളൂ.
ഇത് കുറച്ചേ ആയിട്ടുള്ളൂ. ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ വന്നത് കേട്ടോ. അതിൻ്റെ ഗ്രീന് കുറവാണ് കേട്ടോ. ഗ്രീൻ കുറവാണെന്ന് വെച്ചാൽ ആവശ്യത്തിനുണ്ട്. പിന്നെ ചില ആൾക്കാർ എടുക്കുമ്പോൾ 4 പീസ് 3 പീസൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തീരും. അതുകൊണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക. ഇതും തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതിൽ തന്നെ ഒരു 4-5 പീസ് പോകാനുള്ളതാണ്. കാരണം അത് ക്യാഷ് തന്നെ അടച്ചതാണ്. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.